അത് പക്ഷേ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്ന വികാരത്തോട് യോജിക്കാനും നമുക്ക് സാധിക്കില്ല. അതങ്ങനെ ഒരു സംഭവം വരട്ടെ, അപ്പം തിരിയും. ഇപ്പോൾ ലീഗങ്ങ് നമ്മളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പകരം വരാൻ വേറെ ആളുണ്ടാവും. ഇന്ത്യ രാജ്യത്ത് മതേതരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേറെ ഏതാണ് ഓൾട്ടർനേറ്റീവ്? നമുക്കൊരു ഐഡിയോളജിക്കൽ ഡിസ്കഷൻ ആവാം. കണ്ണൂർ CPM-നെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ആവശ്യമാണ് ആളുകളെ. അതുകൊണ്ട് കാശ് കൊടുക്കാൻ തയ്യാറാണ് പാർട്ടിക്കാർക്ക്. എത്രയോ നമ്മുടെ ചെറുപ്പക്കാരെ പോയി കണ്ടിട്ടുണ്ട്. സ്മാർട്ടായി CPM-നെ എതിർക്കുന്ന കുറേ ചെറുപ്പക്കാർക്കെല്ലാം അവർ പോയി വില പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരം കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു വിലയില്ലായ്മയും നിലയില്ലായ്മയും അവരെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പം അവർ വിളി വരുന്നു, സാധനം തരാം, പൈസ പിന്നെ MP തരാം, മന്ത്രിസ്ഥാനം തരാം എന്ന് പറയുമ്പോൾ പോവും. അങ്ങനെ കുറേ ആൾ പോകുന്നത് അതുകൊണ്ടാണ്. അതൊന്ന് നിങ്ങളീ പറഞ്ഞത് തന്നെ കോൺഗ്രസ് ഐഡിയോളജിക്കലി അതിൻ്റെ അകത്തൊരു ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. കോൺഗ്രസിൽ നിന്നാണ് BJPക്ക് ഏറ്റവും ഈസി ക്യാച്ച്, എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു ഐഡിയോളജിയുടെ ഒരു കെട്ടുറപ്പില്ലാത്തത് കൊണ്ടാണ്. ഐഡിയോളജിയുടെ കെട്ടുറപ്പില്ലായ്മയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അധികാരമില്ലാതെ നിൽക്കാൻ സാധിക്കാത്ത വലിയ ശതമാനം ആളുകളുണ്ട്. അപ്പോൾ കോൺഗ്രസിലുണ്ട്. അത് കാലാകാലമായി കോൺഗ്രസിൻ്റെ അധികാരം പങ്കുവെച്ചവരാണ് ഇവരൊക്കെ. അപ്പോൾ അധികാരം കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു വിലയില്ലായ്മയും നിലയില്ലായ്മയും അവരെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പം അവർ വിളി വരുന്നു, സാധനം തരാം, പൈസ പിന്നെ MP തരാം, മന്ത്രിസ്ഥാനം തരാം എന്ന് പറയുമ്പോൾ പോവും. അങ്ങനെ കുറേ ആൾ പോകുന്നത് അതുകൊണ്ടാണ്. അതൊന്ന് നിങ്ങളീ പറഞ്ഞത് തന്നെ കോൺഗ്രസ് ഐഡിയോളജിക്കലി അതിൻ്റെ അകത്തൊരു ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്പർ 2 എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമാണ്. പല ആളുകളും പോകുന്നത് പൈസക്ക് വേണ്ടി പോവുകയാണ്, കറൻസിക്ക് വേണ്ടി പോവുകയാണ്. ഈ പോയ ആളുകൾക്കെല്ലാം കറൻസികൾ വണ്ടിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെയും ഈ പണമൊക്കെ എവിടുന്ന ഇവർ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചോനറിയാം. പക്ഷേ എത്രയാണ് കോടി ചെലവഴിക്കുന്നതെന്നുള്ളത് ആർക്കും അറിയില്ല. എത്ര വേണമെങ്കിലും പൈസ ചെലവഴിക്കാൻ അവർ തയ്യാറാണ്. ഞങ്ങളെ അവിടെയെല്ലാം പ്രാദേശിക തലത്തിലെ ആളുകൾക്ക് പോലും പൈസ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രാദേശിക തല നേതാക്കന്മാരില്ല, അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട് BJPക്കാർ. കണ്ണൂർ CPM-നെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ആവശ്യമാണ് ആളുകളെ. അതുകൊണ്ട് കാശ് കൊടുക്കാൻ തയ്യാറാണ് പാർട്ടിക്കാർക്ക്. എത്രയോ നമ്മുടെ ചെറുപ്പക്കാരെ പോയി കണ്ടിട്ടുണ്ട്. സ്മാർട്ടായി CPM-നെ എതിർക്കുന്ന കുറേ ചെറുപ്പക്കാർക്കെല്ലാം അവർ പോയി വില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മളോടുള്ളൊരു സിൻസിയറിറ്റിയും ലോയൽറ്റിയും കൊണ്ട് അവരൊന്നും പോയിട്ടില്ല. നമ്മുടെ ഇന്ന് BJPയിലേക്ക് കണ്ണൂരിൽ നിന്ന് ഒരൊറ്റ പയ്യൻ പോലും പോയിട്ടില്ല. അധികാരം മാത്രമല്ല, ഈ ചില പൊസിഷൻസും ഒക്കെ ഇല്ല. അധികാര സ്ഥാനങ്ങൾ അതെ. പക്ഷെ ചെന്നിത്തല ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ആലോചിച്ചിട്ടില്ലല്ലോ. എൻ്റെ അറിവ് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു പാർട്ടി വിടുന്നതിനെ കുറിച്ചോ BJPയിലേക്ക് പോകുന്നതിനെ കുറിച്ചോ ഒരു നിമിഷം പോലും ആലോചിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഞങ്ങൾ തന്നെ ഈ പറഞ്ഞതുപോലെ രണ്ടിടത്തും കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമില്ലാതിരിക്കുകയാണ് കോൺഗ്രസിനെ. അതിപ്പോ 2016 മുതൽ അങ്ങനെയാണ്. ഈ രീതിയിൽ കോൺഗ്രസിന് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കോൺഗ്രസിന്റെ ഒരു സർവൈവൽ തന്നെ വലിയ അപകടത്തിലാണ്. അല്ല, സർവൈവല് അതിനാണല്ലോ ഇപ്പം നമ്മൾ ഈ ഭാരത് ജോഡൊക്കെ നടക്കുന്നത്. പിന്നെ എന്തിനാണ്? അതിൻ്റെ അകത്ത് ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കളമൊരുക്കലല്ലേ, അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷത്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇന്ത്യ രാജ്യത്ത് മതേതരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേറെ ഏതാണ് ഓൾട്ടർനേറ്റീവ്? നമുക്കൊരു ഐഡിയോളജിക്കൽ ഡിസ്കഷൻ ആവാം. ഏതാ ഓൾട്ടർനേറ്റീവ്? അതെല്ലാം റീജിയണൽ പാർട്ടീസ് അല്ലേ. ദേശീയ ലെവലിൽ ആരും എന്നാ ചോദിക്കുന്നത് ഞാൻ. ദേശീയ ലെവലിൽ എവിടെയാണ് TMC ഒക്കെ ഉള്ളത്? എത്ര സംസ്ഥാനത്താണ് ഉള്ളത്? TMC എത്ര തൃണമൂൽ കോൺഗ്രസ് എത്ര 2-3 സംസ്ഥാനത്തുണ്ട് ഇല്ലേ? കേരളത്തിൽ വരാൻ വേണ്ടി കുറേ പണിയെടുത്ത് വന്നിട്ടൊന്നുമില്ല, വരാൻ പറ്റിയിട്ടുമില്ല. 10-15 ആളുകൾ ഇടയുണ്ട്, അതൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനെ പോലത്തെ ഒരു ബദൽ പാർട്ടി വേറെ ആരുണ്ട്? എല്ലാം നമുക്കിപ്പോഴും നമുക്ക് ആളുകളില്ലാത്തൊരു സംസ്ഥാനമുണ്ടോ? ഇല്ലല്ലോ. കുറേ ആളുകളൊക്കെ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പോയെടുത്തൊക്കെ നമ്മൾ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ആ പാർട്ടി റിവൈവ് ചെയ്യാൻ വലിയ കാര്യം, വലിയ വെളുപ്പൊന്നും വേണ്ട. കോൺഗ്രസ് തിരിച്ചു വരുമെന്നൊരു ട്രെൻഡ് വന്നാൽ തന്നെ ഒഴുക്കുണ്ടാവും കോൺഗ്രസിനകത്തേക്ക്. കാരണം ഈ അങ്ങോട്ട് ഒഴുകിയവൻ അതുപോലെ ഇങ്ങോട്ട് ഒഴുകാനും വലിയ താമസമൊന്നും വേണ്ട, ഒഴുകി വരും. ശാശ്വതമായ ഒരു അഭിപ്രായ സ്ഥിരതയുള്ളവനല്ല ഈ പോവുകയും വരികയും ചെയ്യുന്നവൻ. അതുകൊണ്ട് പോയവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, വരാം. അങ്ങനെ ഓനൊരു അനുകൂല കാലാവസ്ഥ ഉണ്ട് എന്നുള്ള ഞങ്ങൾ തന്നെ ബന്ധപ്പെടും, ഓനെ വിളിച്ച് നമ്മൾ കൊണ്ടുവരും. വിമർശകരൊക്കെ പറയുന്നത് നാഷണൽ ലെവലിൽ, ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല എന്നാണ്. കാരണം കോൺഗ്രസിലെ ഭരണം തന്നെ ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിലേ ആകുള്ളൂ. മറ്റു പലയിടത്തും യൂണിറ്റ് ഉണ്ടാകും. പക്ഷെ യൂണിറ്റ് ഉണ്ട്, നമുക്ക് പിന്നെ വോട്ടുണ്ട്. എല്ലാവരുടെയും വോട്ടില്ലേ നമുക്ക്? 33, 44, 40% വോട്ടില്ലേ ഓരോ സ്റ്റേറ്റിലും? അത്രയും വോട്ട് നമുക്കില്ലേ? അത്രയും വോട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ എന്തെല്ലാം കളിക്കുന്നുണ്ട് ഇവിടെ. എവിടെയാണ് അവർക്കുള്ളത്? എത്ര ശതമാനം വോട്ട് അവർക്ക്? എന്നിട്ട് അവരുടെ എന്തെല്ലാം കളി കളിക്കുന്നുണ്ട്?
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള സ്ഥലത്ത് സ്ട്രോങ് അല്ലേ? അവർക്ക് ഇപ്പോഴും ഭരണമുണ്ട് കേരളത്തിൽ, അവരുടെ തുടർ ഭരണം കിട്ടി. ഭരണത്തിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ലീഗിന്റെ ഒരു വിഭാഗം LDF പോകാൻ താല്പര്യം ഉള്ളവരാണ്, സാറിന് അറിയായിരുന്നത്. അപ്പോൾ അതിൽ KM ഷാജി നമ്മുടെ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു, ലീഗ് LDF പോകാതിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ലീഗ് പോയാൽ പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് BJP ആയിരിക്കും വരിക. അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ലീഗ് പോയാൽ പിന്നെ UDF ഇല്ലെന്നും കോൺഗ്രസിന് നിലനിൽപ്പില്ലെന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. അത്രയ്ക്ക് ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഒരിക്കലുമല്ല. ലീഗ് നമ്മളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഘടകകക്ഷി എന്ന നിലക്ക് പിന്നെ കരുത്തുള്ളൊരു പാർട്ടി തന്നെ, തർക്കമൊന്നുമില്ല. അത് പക്ഷേ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്ന വികാരത്തോട് യോജിക്കാനും നമുക്ക് സാധിക്കില്ല. അതങ്ങനെ ഒരു സംഭവം വരട്ടെ, അപ്പോൾ തിരിയും എന്താണ് എന്നുള്ളത്. ഒരു പോളറൈസേഷൻ വരുമ്പോൾ ആ പോളറൈസേഷൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ ഒരു ആന്തരിക റിസൾട്ട് വരാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും. എപ്പോഴും പ്രതീക്ഷിക്കുന്നിടത്തല്ല വരിക, പ്രതീക്ഷിക്കാത്തയിടത്ത് പോകും. അപ്പോൾ ലീഗങ്ങ് നമ്മളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പകരം വരാൻ വേറെ ആളുണ്ടാവും. അതും നിങ്ങൾ കാണണം. ലീഗ് അങ്ങ് പോകുന്നു എങ്കിൽ ലീഗിന് പകരം കോൺഗ്രസിനകത്തേക്ക് വരാൻ വേറെ ആളുകളുണ്ടാവും. അതെല്ലാവരും ഉണ്ടാവും. എല്ലാ വിനത്ത് പാർട്ടിൻ്റെ അകത്ത് ഇപ്പോൾ CPI അസംതൃപ്തരല്ലേ? ജോസ് കെ മാണി അസംതൃപ്തനല്ലേ ഇതിൻ്റെ അകത്ത്? അല്ല, അത് മാണി സാർ പോകുന്ന വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്നില്ല എന്ന്, കോൺഗ്രസ് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അവസാന നിമിഷം വരും പോയപ്പോഴേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ പോയി എന്ന്. നമ്മളെ ഭാഗത്ത് പാളിച്ചുണ്ട്, ഐ അഡ്മിറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞതാണ്, ഞാനത് കമ്മിറ്റി മീറ്റിംഗ് പറഞ്ഞതാണ്. ഞാൻ വ്യക്തിപരമായി അതിന് കാരണക്കാരനായ ആളോടും ഞാൻ പറഞ്ഞു. അത് പറയില്ല, അതൊന്നും പറയില്ല. അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ഈ തീരുമാനങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അവർക്കെതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ലാത്തതായിരുന്നു. ഇൻസൾട്ടിംഗ് ആയിരുന്നു. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമങ്ങളുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. താങ്കൾ KPC പ്രസിഡന്റ് ആകുന്നതുവരെ, അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരൊക്കെ റിലേറ്റീവ്ലി മൈൽഡായ ആൾക്കാരായിരുന്നു എന്നാണ് പൊതുവെ പറയാറ്. മുല്ലപ്പള്ളി ആണെങ്കിലും സുധീറിനാണെങ്കിലും. മുല്ലപ്പള്ളിയും സുധീറിനുമായിട്ടൊക്കെ പാച്ചപ്പ് ചെയ്യും എന്ന ഇടയ്ക്കിടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു. ഞാനൊരു പ്രസിഡന്റ് എന്ന നിലക്ക് അവരെ തിരികെ കൊണ്ടുവന്ന് ആക്റ്റീവ് ആക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരത് ഉൾക്കൊണ്ടിട്ടില്ല എന്നതുകൊണ്ട് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ സുധീറിൻ്റെ വീട്ടിൽ തന്നെ പോയി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്നെക്കൊണ്ട് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ടുന്നത്, ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടുന്നത് അതിനപ്പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാളെ ഇഷ്ടമാണ്, താല്പര്യമാണ്. പക്ഷെ അതിലിറക്കി തന്നെ സുധീരൻ ഇതെല്ലാം രാജിവെച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ പുള്ളി രാജിവെച്ചില്ലേ? AICC മെമ്പർഷിപ്പ് അതൊക്കെ രാജിവെച്ചല്ലോ. പിന്നെ അയാൾ വരാൻ മെനക്കെട്ടിട്ടില്ല. മുല്ലപ്പള്ളി എന്തോ ഈ പിന്നെ ഭരത് ചോട്കോ പരിപാടിക്ക് തൃശ്ശൂരിൽ വന്ന് സദസ്സിലിരുന്ന് പോയി എന്നൊരു വിവരമുണ്ട്. ഓഡിയൻസിലിരുന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയി എന്ന് ഒരു വിവരമുണ്ട്. എനിക്കിപ്പം പള്ളി അല്ല, പുള്ളി ഒന്നിനും വരുത്തില്ല, ഒരു പരിപാടിക്കും വരാറില്ല, കമ്മിറ്റി മീറ്റിങ്ങിന് വരാറില്ല, ഒന്നിനും വരാറില്ലല്ലോ. അപ്പോൾ പിന്നെ പൊതുവേ ഒരു പ്രശ്നം മനസ്സിലുണ്ടാവും. എനിക്ക് മുല്ലപ്പള്ളിയോടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ രണ്ടാൾ വന്നാൽ എനിക്ക് കൂടുതൽ സന്തോഷം. മുല്ലപ്പള്ളിയുടെ കൂടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടൊക്കെ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും തമ്മിൽ അകലാൻ എന്താണ് റീസൺ? കാരണം മുല്ലപ്പള്ളി ആയിരുന്ന സമയത്ത്, മുല്ലപ്പള്ളി പ്രസിഡന്റും താങ്കൾ വർക്കിംഗ് പ്രസിഡന്റും ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ടസലില്ലായിരുന്നു. പക്ഷെ താങ്കൾ പ്രസിഡന്റ് ആയതിനു ഓപ്പൺ ടസലിൽ 2 കൈമുട്ടിയാലല്ലേ ശബ്ദം വരുള്ളൂ. 2 കൈമുട്ടിയാലല്ലേ ശബ്ദം വരുള്ളൂ. ഞാനതിന് നിന്നിട്ടില്ല, നിൽക്കുകയില്ല.